മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ കരാർ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് തന്നെ നൽകും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ വകവയ്ക്കില്ല. KSEBയുടെ ആവശ്യം വൈദ്യുതി മന്ത്രി ഉന്നയിക്കുന്നത് തെറ്റായി കാണേണ്ടതില്ല. കാർബോറാണ്ടം കമ്പനി സർക്കാരിനു നൽകിയ കത്തിൽ 7 പുതിയ കമ്പനികൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മണിയാർ അവർക്ക് തന്നെ നൽകുന്നത്. കേരളത്തിന് വ്യവസായ കരുത്തു നൽകാൻ പുതിയ കമ്പനികളിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ഒട്ടേറെ സാധ്യതയുള്ളതാണ് ഗ്രാഫീൻ എന്നതാണ് വ്യവസായ വകുപ്പിന്റെ വിലയിരുത്തൽ. നിക്ഷേപ സംഗമത്തിലടക്കം കേരളത്തിലെ മൂലധന നിക്ഷേപ സാധ്യതയുള്ള മേഖലയായി ഇത് മാറും. ഇതുകൂടി മണിയാർ അവർക്ക് തന്നെ നൽകാനുള്ള തീരുമാനമായി മാറുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യത്തെ ക്യാപ്റ്റീവ് പവർ പ്രൊജക്റ്റാണ് മണിയാർ. ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ സംവിധാനമാണ് 1990 സർക്കാർ ഉത്തരവിൽ ഇതിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വകാര്യ സംരംഭകർക്ക് നിർമ്മിച്ച് സ്വന്തം ഉടമസ്ഥതയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാവുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതി 30 വർഷത്തിനു ശേഷം വൈദ്യുതി ബോർഡിന് കൈമാറണം എന്നായിരുന്നു വ്യവസ്ഥ. 1994 ഡിസംബറിൽ വൈദ്യുതോൽപാദനം തുടങ്ങി. ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് 1995-ലും. മുഴുവൻ സമയവും ജലലഭ്യതയുള്ള പദ്ധതിയിൽ വൈദ്യുതോൽപാദനം നിർത്തിവെക്കേണ്ടി വരില്ല. ഈ സാഹചര്യത്തിലാണ് മണിയാർ തിരിച്ചു വേണമെന്ന് KSEB നിലപാടെടുത്തത്. എന്നാൽ വ്യവസായ വകുപ്പ് കാർബോറാണ്ടത്തിന് അനുകൂലമായി നിക്ഷേപത്തിന് മണിയാർ അവർക്ക് തന്നെ കൊടുക്കണമെന്ന നിലപാടെടുത്തു. 25 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകണമെന്നാണ് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ആവശ്യപ്പെടുന്നത്. ഇതനുസരിച്ച് കേരളത്തിലെ മൂലധന നിക്ഷേപം കൂട്ടി പുതിയ പദ്ധതികൾ നടപ്പിലാക്കും. ഗ്രാഫീൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, വൈറ്റ് ഫ്യൂൾസ് അലുമിന ഫാക്ടറി, ഫോർമൈറ്റ് ഫാക്ടറി എന്നിവ നിലവിൽ കാർബോറാണ്ടത്തിന് കേരളത്തിലുണ്ട്. എടപ്പള്ളിയിലെ അലുമിന ഫ്യൂഷൻ ഫെസിലിറ്റിയുടെ വിപുലീകരണം, കൊരട്ടിയിലെ SIC പ്രൊഡക്ഷൻ ഫെസിലിറ്റിയുടെ വിപുലീകരണം, എടപ്പള്ളിയിൽ പുതിയ ഗ്രൈൻ പ്രോസസിംഗ് പ്ലാന്റ്, കളമശ്ശേരിയിൽ സോളാർ പ്ലാന്റ്, ഹൈസ് പ്യൂരിറ്റി സിലിക്കോൺ കാർബൈഡ്, ബോറോൺ കാർബൈഡ്, ഗ്രാഫൈറ്റ് രംഗത്ത് പുതിയ കമ്പനി എന്നിവ തുടങ്ങുമെന്നാണ് കമ്പനിയുടെ നിലപാട്. കരാർ അവസാനിപ്പിച്ച് മണിയാർ പദ്ധതി KSEBക്ക് നൽകിയാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമോ എന്നതാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തിന്റെ പ്രതിവർഷ വൈദ്യുതി ഉപഭോഗം 30,000 മില്യൺ യൂണിറ്റാണ്. മണിയാർ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ 30 മില്യൺ യൂണിറ്റും. ഓരോ വർഷത്തെയും വൈദ്യുതി നിരക്ക് കണക്കാക്കിയാൽ ശരാശരി 332 കോടി രൂപയുടെ വൈദ്യുതി ലാഭം കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിനുണ്ടാകുമെന്നാണ് വൈദ്യുതി ബോർഡ് കണക്ക് കൂട്ടുന്നത്. പദ്ധതി നിർമ്മാണത്തിനായി 22 കോടി രൂപ മാത്രമാണ് ചെലവ് വന്നത്. മണിയാർ ക്യാപ്റ്റീവ് ജലവൈദ്യുതി പദ്ധതിയിലെ ഉൽപ്പാദനത്തിന് യൂണിറ്റിന് 50 പൈസ മാത്രമാണ് നിലവിലെ നിരക്ക്.